എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ രണ്ട് കാളക്കൂറ്റന്മാർ തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട്. അത് ദിവസവും നെഗറ്റീവും പോസിറ്റീവും എന്നുള്ള രണ്ട് കാളക്കൂട്ടന്മാർ. ഈ യുദ്ധത്തിൽ ജയിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ നല്ലവണ്ണം പോറ്റി വളർത്തുന്നത് ആരെയാണോ അത് തന്നെ. അതായത് മനുഷ്യൻ്റെ മനസ്സെന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി പറയുക? പുകയുന്ന അഗ്നിപർവ്വതമാണ്, അലർന്ന കടലാണ്, മരുഭൂമിയാണ്, തീച്ചൂളയാണ് എന്നൊക്കെ ആയിരിക്കും ഒട്ടുമിക്കവരും പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇതിലപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും പറയുന്നത്. തെളിനീരൊഴുകുന്ന അരുവി പോലെയാണെന്നോ, പുലർകാലത്തെ കുഞ്ഞുകാറ്റ് പോലെയാണെന്നോ, മുല്ലപ്പൂ മണം പരന്നൊഴുകുന്ന പൂനിലാവിൻ്റെ കുളിര് പോലെയാണെന്നോ ഒന്നും മനസ്സിനെക്കുറിച്ച് ആരും പറയാൻ സാധ്യതയേയില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്നായി മനുഷ്യൻ്റെ മനസ്സിനെ മതിക്കുന്ന എത്രയോ വിഷയങ്ങൾ എന്നും ഉണ്ടാവും. ഇതും പോരാഞ്ഞിട്ടാണ് മനസ്സിൽ രണ്ട് കാളക്കൂറ്റന്മാരെ പുല്ലും വെള്ളവും വൈക്കോലും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കാളകളും വളരും തോറും നമ്മുടെ മനസ്സിലെ സംഘർഷങ്ങളും ആകുലതകളും വളരുകയാണ്. ഇതിലൊരു കാളയെ പോസിറ്റീവ് എന്നും മറ്റേ കാളയെ നെഗറ്റീവ് എന്നും നമുക്ക് പേരിട്ട് വിളിക്കാം. മനസ്സിലെ ശുഭചിന്തകളെ എപ്പോഴും വേട്ടയാടുന്നത് അശുഭചിന്തകളാണ് എന്ന് അറിയാമല്ലോ. അല്ലെങ്കിൽ മനസ്സെന്ന പടനിലത്ത് യുദ്ധം ചെയ്യുന്നത് ശുഭചിന്തകളും അശുഭചിന്തകളും തമ്മിലാണ്. മിക്കപ്പോഴും അശുഭചിന്തകൾക്കാണ് മേൽക്കോയ്മ ഉണ്ടാവുക. അവരാണ് ജയിക്കുന്നത്. മിക്ക മനുഷ്യരും അശുഭചിന്തകൾക്കാണ് അടിമയാകുന്നത്. ജീവിത സാഹചര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ അവരെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. മനസ്സിലെ ഈ രണ്ട് ചിന്തകളെയും നമ്മൾ തന്നെയാണ് പോറ്റി വളർത്തുന്നത്. ഇതിലേറ്റവും അധികം പ്രോത്സാഹനം കൊടുക്കുന്നവയ്ക്ക് ആയിരിക്കും വിജയം ഉണ്ടാവുക. ആരെയാണോ മനസ്സിലധികം താലോലിക്കുന്നത് അതിനായിരിക്കും എന്നും വിജയം ഉണ്ടാവുക. കഴിയുന്നതും അശുഭചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക. ശുഭചിന്തകൾ മനസ്സിലെന്നും ഉണ്ടാകുവാനും നിലനിൽക്കുവാനും ഈശ്വരവിശ്വാസം ഉണ്ടാവുന്നത് നല്ലതാണ്. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളിൽ ദൈവവിശ്വാസം വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അവരവർ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിനും വിശ്വസിക്കാൻ. അത് കുഞ്ഞുങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാകുവാനും ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകുവാനും അവരെ സഹായിക്കും. മാത്രമല്ല കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ വലിയ രീതിയിലുള്ള നല്ലതിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ കുട്ടികൾക്ക് കഴിയുകയും ചെയ്യും. ശുഭദിനം.